ഹലോ ഫ്രണ്ട്സ്, ദി അക്ബർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ ചില ലോക നേതാക്കളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ടാൽ അമേരിക്ക പോലും ഒന്ന് ഞെട്ടിപ്പോകും. അത്തരത്തിൽ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ചില VIP സുരക്ഷാ രഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ആണ്. ഇദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതീവ രഹസ്യവും അത്യന്തം സങ്കീർണവുമാണ്. കിം ജോങ് ഉൻ എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ചുറ്റും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ബോഡി ഗാർഡുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അത് വെറും പുറം കാഴ്ച മാത്രമാണ്. ഇതിനും അപ്പുറം വലിയൊരു സുരക്ഷാ വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രകൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനുകളും വിമാനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഈ വാഹനങ്ങൾ ഏതു വലിയ സ്ഫോടനത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പോലും സ്വന്തം ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിമാനത്തിൽ കൂടെ കൂട്ടാറുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സുരക്ഷയാണ്. ശത്രുക്കൾക്ക് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങളോ ലൊക്കേഷനോ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ സിഗ്നൽ പോലും ചോരാത്ത വിധം അത്രയും കരുത്തുറ്റതാണ് കിം ജോങ് ഉന്നിന്റെ സുരക്ഷാ വലയം. കിം ജോങ് ഉന്നിന്റെ സുരക്ഷാ വലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റഡാർ ജാമിംഗ് സിസ്റ്റം. അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനവ്യൂഹത്തിന് ചുറ്റും കിലോമീറ്ററുകളോളം ദൂരത്തിൽ ശത്രുക്കളുടെ ഡ്രോണുകളോ മിസൈലുകളോ സിഗ്നൽ വഴി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതിനെ പൂർണ്ണമായും തടയാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. അതായത് ശത്രുക്കൾക്ക് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് സിഗ്നലുകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയില്ലെന്നാണ് അർത്ഥം. അടുത്തതായി നമ്മൾ നോക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സുരക്ഷയെക്കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റതും ബുദ്ധിശക്തിയുള്ളതുമായ സുരക്ഷാ വിഭാഗമായ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് ആണ് പുടിന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്നത്. പുടിൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ആ പ്രദേശം മുഴുവൻ ഈ ഏജൻസിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഈ സുരക്ഷാ വിഭാഗത്തിന് കൈവശം വലിയൊരു ഡാറ്റാബേസ് തന്നെയുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും പശ്ചാത്തലം നിമിഷങ്ങൾക്കുള്ളിൽ പരിശോധിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതിലും അത്ഭുതകരമായ മറ്റൊരു കാര്യം ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യയാണ്. പുടിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്രിമമായി ആകാശത്തെ മേഘങ്ങളെ നിയന്ത്രിച്ച് മഴ പെയ്യാതിരിക്കാൻ ഇവർക്ക് സാധിപ്പിക്കും. കാലാവസ്ഥയെപ്പോലും തന്റെ സുരക്ഷയ്ക്കായി അദ്ദേഹം മാറ്റുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പുടിൻ സഞ്ചരിക്കുന്ന റോഡുകളിൽ സിഗ്നൽ ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. ഇത് റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ബോംബുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ തടയാൻ സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എപ്പോഴും കൈവശം കരുതുന്ന പ്രത്യേക ബ്രീഫ് കേസുകൾ യഥാർത്ഥത്തിൽ മടക്കി വെക്കാവുന്ന ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകളാണ്. ഏതെങ്കിലും തരത്തിലുള്ള വെടിവെപ്പ് ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇത് നിവർത്തി പുടിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാൻ ഇവർക്ക് സാധിക്കും. ഇതിനായി റഷ്യൻ ഗവൺമെന്റ് ഓരോ വർഷവും ബില്യൺ കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. പുടിന്റെ ഓരോ ചുവടുവെപ്പും അത്രമേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ലോകത്തെ ഏറ്റവും മികച്ച സ്നൈപ്പർ ഷൂട്ടർമാരും സൈബർ വിദഗ്ധരും അടങ്ങുന്ന ഒരു വലിയ സംഘം എപ്പോഴും ജാഗ്രതയോടെ കൂടെയുണ്ടാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോക നേതാക്കളുടെ ഭക്ഷണ സുരക്ഷയെക്കുറിച്ചാണ്. ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ഫുഡ് ടെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് നേതാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥർ ഇത് കഴിച്ചു നോക്കും. ഭക്ഷണത്തിൽ വിഷമോ മറ്റെന്തെങ്കിലും അപകടകരമായ വസ്തുക്കളോ കലർത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുടിൻ എവിടെ പോകുമ്പോഴും സ്വന്തം പാചകക്കാരെയും ഭക്ഷണ സാധനങ്ങളും കൂടെ കൂട്ടാറുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണവും അദ്ദേഹം കഴിക്കാറില്ല. ഹോട്ടലിൽ താമസിക്കുമ്പോൾ പോലും ആ മുറിയിലെ വെള്ളം മുതൽ എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി പരിശോധിച്ച് സീൽ ചെയ്തവയായിരിക്കും. വ്യക്തിപരമായ സുരക്ഷയ്ക്കായി ഇത്രയധികം മുൻകരുതലെടുക്കുന്ന മറ്റൊരു നേതാവ് ലോകത്തുണ്ടാകില്ല. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സുരക്ഷാ വലയത്തെക്കുറിച്ചാണ്. ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളത്. ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലുള്ള ഓരോ വ്യക്തിയെയും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ഇതുകൂടാതെ അതിശക്തമായ ഒരു ഡിറ്റക്ഷൻ സിസ്റ്റം ഇദ്ദേഹത്തിന്റെ സുരക്ഷാ വ്യൂഹത്തിലുണ്ട്. ആരെങ്കിലും ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൂരെ നിന്ന് തന്നെ കണ്ടെത്താൻ ഈ സംവിധാനത്തിന് കഴിയും. ഇതിനായി മാത്രം ദശലക്ഷക്കണക്കിന് ഡോളറാണ് സൗദി ഗവൺമെന്റ് ചിലവഴിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ കോട്ടയാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റും ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇദ്ദേഹം സഞ്ചരിക്കുന്ന പാതകളിൽ അത്യാധുനിക ക്യാമറകളും സെൻസറുകളും സ്ഥാപിച്ചിട്ടുണ്ടാകും. ഒരു ഉറുമ്പിന് പോലും തിരിച്ചറിയപ്പെടാതെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. ഇത്രയും സങ്കീർണമായ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതനായ വ്യക്തികളിൽ ഒരാളാക്കുന്നു. സൗദി രാജകുമാരന്റെ സുരക്ഷാ വലയത്തിൽ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബോഡി ഗാർഡുകളെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ഫോഴ്സ് അംഗങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളത്. ഏത് അപ്രതീക്ഷിത നീക്കത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ നേരിടാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർ എപ്പോഴും അത്യാധുനിക ആശയവിനിമയ ഉപകരണങ്ങളും ആയുധങ്ങളും കൈവശം വെക്കാറുണ്ട്. ഇനി നമുക്ക് ഇവരുടെ വാഹനങ്ങളെ കുറിച്ച് നോക്കാം. വ്ളാഡിമിർ പുടിനും മുഹമ്മദ് ബിൻ സൽമാനും ഉപയോഗിക്കുന്നത് മെഴ്സിഡീസ് ബൈബാക്ക് പോലുള്ള കരുത്തുറ്റ ബുള്ളറ്റ് പ്രൂഫ് കാറുകളാണ്. ഈ കാറുകൾ വെറുമൊരു വാഹനമല്ല, മറിച്ച് ചലിക്കുന്ന ഒരു കോട്ട തന്നെയാണെന്ന് പറയാം. ടയറുകൾ വെടിവെച്ച് തകർത്താൽ പോലും കിലോമീറ്ററുകളോളം വേഗത്തിൽ ഓടാൻ ഇതിന് സാധിക്കും. ഈ കാറുകൾക്ക് സ്ഫോടനങ്ങളെയും കെമിക്കൽ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. വാഹനത്തിനുള്ളിൽ സ്വന്തമായി ഓക്സിജൻ സപ്ലൈ സിസ്റ്റം വരെ സജ്ജീകരിച്ചിട്ടുണ്ടാകും. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമോ മൈൻ സ്ഫോടനമോ ഉണ്ടായാൽ പോലും അകത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധം അത്രയും സൂപ്പർ പവർഫുൾ ആണ് ഈ വാഹനങ്ങൾ. ഇവരുടെ വാഹന വ്യൂഹത്തിൽ എപ്പോഴും സ്നൈപ്പർ ഷൂട്ടർമാരും ഉണ്ടാകും. ദൂരെയുള്ള ശത്രുക്കളെ പോലും കൃത്യമായി ലക്ഷ്യം വെക്കാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ റോഡരികിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക സെൻസറുകളും ഈ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു മൊബൈൽ കസ്റ്റം ഡിഫൻസ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ വാഹന വ്യൂഹത്തിന് മുകളിൽ എപ്പോഴും ഒരു സുരക്ഷാ കവചം പോലെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും നിരീക്ഷണം നടത്തുന്നുണ്ടാകും എന്നതാണ്. ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാത്ത വിധം അത്രയും കൃത്യതയോടെയാണ് ഓരോ യാത്രയും ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ഏറ്റവും അവസാനത്തെ സുരക്ഷാ കവചമായ ബക്കറുകളെ കുറിച്ചാണ്. യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ നേതാക്കൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ അത്യാധുനികമായ ഭൂഗർഭ ബക്കറുകളും ബേസ്മെന്റ് വാർ റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. മാസങ്ങളോളം പുറലോകവുമായി ബന്ധമില്ലാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ ഈ ഭൂഗർഭ അറകളിൽ സാധിക്കും. ഈ ബക്കറുകൾക്ക് ആണവാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. ശത്രുക്കളുടെ മിസൈലുകൾക്കോ ബോംബുകൾക്കോ ഈ കനത്ത ഭിത്തിൽ തകർക്കാൻ കഴിയില്ല. ഇതിനുള്ളിൽ സ്വന്തമായി ശുദ്ധജല സംഭരണികളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഓക്സിജൻ പ്ലാന്റുകളും വരെ സജ്ജീകരിച്ചിട്ടുണ്ടാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഒരു ചെറിയ നഗരം തന്നെയാണിവ. ബ്രിട്ടീഷ് അമേരിക്കൻ സുരക്ഷാ മാതൃകകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് റഷ്യയും സൗദിയും ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡിജിറ്റൽ ആക്രമണങ്ങൾ തടയാൻ പ്രത്യേക സൈബർ സ്പെഷ്യലിസ്റ്റുകളും എപ്പോഴും ജാഗ്രതയിലാണ്. ശത്രുക്കളുടെ ഹാക്കിംഗ് ശ്രമങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇവർക്ക് സാധിക്കും. ഇത്തരത്തിൽ സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും കരുത്തുറ്റ സുരക്ഷാ വലയത്തിലാണ് ഈ ലോക നേതാക്കൾ ഓരോ നിമിഷവും കഴിയുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ വിസ്മയകരമായ വിവരങ്ങൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.